ഇതൊരു 2 kg ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടോ കാണിക്കുന്നത്. അപ്പം 2 kg ബട്ടർ സ്കോച്ച് കേക്ക് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 2 ടയർ ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വിഷ്ണുപ്രിയ തന്നൊരു ഓർഡറാണിത്. നമ്മൾ കഴിഞ്ഞ തവണയും കുഞ്ഞിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മൾ തന്നെയാണ് കേക്ക് ചെയ്തു കൊടുത്തത്. അപ്പം ഞാൻ നേരത്തെ ചെയ്ത ഒരു മോഡൽ തന്നെയാണ് എനിക്ക് ഇട്ട് തന്നത്. അപ്പോൾ ആ മോഡൽ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ കേക്കിലും ചെയ്യുന്നത്. അപ്പോൾ 2 kg ബട്ടർ സ്കോച്ച് കേക്കിൽ നമ്മൾ താഴെ 8 ഇഞ്ചിൻ്റെ ടിന്നിൽ 4 ലെയറും മുകളിലായിട്ട് 5 ഇഞ്ചിൻ്റെ ടിന്നിൽ 4 ലെയറുമായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ 2 ടയർ ചെയ്യുന്ന സമയത്ത് മുകളിലത്തെ കേക്കും താഴത്തെ കേക്കും തമ്മിലൊരു 3 ഇഞ്ചെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ചില കേക്കുകളൊക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 2 ഇഞ്ചൊക്കെ ഡിഫറൻസ്, അതായത് സൈഡ് നമ്മൾ സൈഡ് ബാക്ക് ഇടുന്ന സമയത്ത് 2 ഇഞ്ചൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് എന്ന് വെച്ചാൽ ഒരുപാട് കയറിയിരിക്കുന്നത് പോലെ ഇരിക്കും. ഒരു 3 ഇഞ്ചെങ്കിലും നമ്മളിത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് എങ്ങനെയാണ് അത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ കേക്ക് വെക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേക്ക് ചെയ്തെടുത്ത് ആ ടിന്ന് തന്നെ നമ്മുടെ താഴത്തെ തട്ടിൽ നമ്മളൊരു അടയാളം വെക്കുക. നമ്മൾ കറക്റ്റ് സെൻറ്റർ എവിടെയാണോ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ മുകളിലത്തെ കേക്ക് എടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ലൈനിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് ആ റൗണ്ടിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ സെൻറ്ററിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞ് പോവുമോ അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് സെൻറ്ററിൽ തന്നെ കിട്ടുമെന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വരത്തില്ല. ഇതാകുമ്പോൾ കറക്റ്റ് സെൻറ്ററിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മുകളിലത്തെ കേക്ക് വെക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ താഴത്തെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുകളിലത്തെ കേക്കിലും ഇതുപോലെ തന്നെ നമ്മൾ വേറെ നോസിലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൽ സൈഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഓരോ ഡ്രോപ്പ് വീതം നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ നമ്മുടെ പിങ്കും വൈറ്റുമായിട്ട് ഇടകലർന്ന് കളർ മിക്സ് ചെയ്ത് നമ്മൾ ബോർഡർ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ 2 ടയർ കേക്ക് ആവട്ടെ അല്ലെങ്കിൽ ടോൾ കേക്ക് ആവട്ടെ നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു 3-4 സ്റ്റിക്ക് നമ്മൾ കുത്തി വെക്കുകയാണ് എങ്കിൽ നമ്മുടെ കേക്ക് സേഫ് ആയിരിക്കും. കാര്യം നമ്മൾ ഇത് ട്രാവൽ ചെയ്ത് എന്ന് വെച്ചാൽ കുറച്ച് ദൂരം കൊണ്ടുപോകേണ്ട കേക്കാണ് എങ്കിലൊക്കെ നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ പറയാൻ പറ്റത്തില്ല എപ്പോഴാണ്. അതും ക്രീം കേക്കും കൂടെ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചരിഞ്ഞ് ഡാമേജ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നുകിൽ സ്റ്റിക്ക് കിട്ടും അല്ലെങ്കിൽ ഡബിൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പം അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേക്കിനകത്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതായത് 2 ടയറിൻ്റെ മേലത്തെ ടയറും താഴത്തെ ടയറും തമ്മിൽ അറ്റാച്ച് ചെയ്ത് ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോകാനോ ഒക്കെ ഉള്ളൊരു സാധ്യത ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ എപ്പോഴും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തു വിടുന്ന സമയത്ത് കസ്റ്റമറിനോട് എപ്പോഴും പറയുക, ഇന്നതുപോലെ കേക്കിനകത്ത് ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് കുത്തി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എപ്പോഴും ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിട്ട്. ചിലപ്പോൾ നമ്മൾ അവർ ഓർക്കത്തില്ല, കട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഇതുപോലെ സ്റ്റിക്ക് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കസ്റ്റമറിനോടും കൂടെ പറയാൻ ശ്രമിക്കുക. അതുപോലെ ഞാൻ ചെറിയൊരു കുട്ടിയുടെ ഒരു പ്രിൻ്റ് വെക്കുന്നുണ്ട്. അതേപോലെ മേളിൽ നമ്മൾ സിൽവറിൻ്റെ ബോൾസ് ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ബട്ടർ സ്പ്ലേയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലാണ് പേരെഴുതി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ടോപ്പിലായിട്ട് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അന്നേരം തന്നെ ഫോണിലേക്ക് എത്തുകയും കാണാൻ പറ്റുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട്